അദ്വൈതാമൃതം പഠന പഠന പരമ്പരയുടെ 13ാമത്തെ ക്ലാസ്സിലേക്ക് ആണ് നമ്മൾ എത്തിച്ചിരിക്കുന്നത്. 13ാമത്തെ ക്ലാസ്സിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. നമ്മുടെ 13ാമത്തെ ക്ലാസ്, നമ്മുടെ ക്ലാസ് ആത്മോപദേശ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമിജികളാണ്. എല്ലാവർക്കും പരിചിതമാണ് സ്വാമിയെ. അപ്പോൾ സ്വാമിജിയെ ഏറെ ആദരപൂർവ്വം ഭക്തിപൂർവ്വം ഈ ക്ലാസ് എടുക്കുന്നതിലേക്ക് സ്വാഗതം ചെയ്തു. ഈ ക്ലാസ്സിലെ നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന നമ്മുടെ മുഖ്യ ശിക്ഷകരായിട്ടുള്ള ഗോപകുമാരണ്ണനെ ഈ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. അതേപോലെ തന്നെ ഈ അദ്വൈതാമൃതം പഠന പരമ്പരയുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള ഡോക്ടർ ആലിയക്ക, പിന്നെ ഇതിന്റെ പിന്നിൽ പശ്ചാത്തലമായ സൗകര്യങ്ങൾ ഇത് റെക്കോർഡ് ചെയ്യുകയും അതിന്റെ കാര്യങ്ങൾ നോക്കുന്ന സുനൈനാക്ക, പിന്നെ ഈ ക്ലാസ്സിലേക്ക് വന്നെത്തിയിട്ടുള്ള മുഴുവൻ യോഗബന്ധുക്കളെയും വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ പരിപാടി തുടങ്ങുന്നത് ഗുരുസ്തുതി ദൈവദശകം ആലാപനത്തോടുകൂടിയാണ്. അതിലേക്ക് സുജാരാധനാക്കി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. ഹരിയോം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുശ്ചാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യ ശുദ്ധമുത്തമഹാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരീ കുർവതേ ശാന്തേ കടാശൈ ശിഷ്യ സഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനേ വാചം യമാനാം മൗനഭാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യക്ഷനഃ കൽപ്പതൈ സിദ്ധൈ പാദാംബുജരജോലവഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവമേ കാത്തുകൊള്ളു കൈവിടാതിന്നു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്കോ രാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ള നിന്നിലത്തന്തമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെൻ ഉള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും വഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും
മഹിമവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങേ. ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ, ദിന അവനപരായണ, ജയിക്കുക ചിദാനന്ദ, ദയാസിന്ധോ ജയിക്കുക. ആഴമേറും നിന്മകർഷ ആയിരങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. അടുത്തതായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആത്മോപദേശത്തിലെ 18, 19, 20 ശ്ലോകങ്ങൾ ഞാൻ ചൊല്ലുന്നു. 18. അഹമിരുളല്ലിരുളാകിലന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം, അറിവതിനാൽ അഹമന്ധകാരമല്ലൻ, അറിവതിനിങ്ങനെ ആർക്കുമോതിടേണം. അടിമുടിയറ്റമതുണ്ടിതുണ്ടെന്നടിയിടുമാതിമസത്തയുള്ള എല്ലാം, ജഡമിതു സർവം അനിത്യമാം ജലത്തിൻ വടിവിനെ വിട്ടു തരംഗമന്യമാമോ. ഉലകിന് വേറൊരു സത്തയില്ലതുണ്ടെന്നുലകരുപ്പത് സർവമോഹഹീനം, ജളനു വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാലനാഗമാമോ. അടുത്ത നമ്മുടെ ക്ലാസ് തുടർന്ന് 21 മുതലുള്ള ശ്ലോകങ്ങളിലെ ക്ലാസ് എടുക്കുന്നതിലേക്ക് ഏറെ ആദരപൂർവ്വം ഭക്തിപൂർവ്വം നമ്മുടെ ബഹുമാന്യായ ബ്രഹ്മശ്രീ സാന്ദ്രാനന്ദ സ്വാമിജികളെ ക്ഷണിച്ചു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. യദ്ദർശനം നിഖില ദുഃഖഹരം പവിത്രം, യത്പാദപങ്കജരജാംശഘനാശകാനി, ധാത്രീ പുമർത്തനിജയസ്യ ച യത്കൃപാ ശ്രീനാരായണം മുനിവരം തമഹം നമാമി. ഇപ്പൊ നമ്മൾ ആത്മോപദേശ ശതകത്തിലെ 20 ശ്ലോകങ്ങളാണ് സാമാന്യമായിട്ട് നമ്മളൊന്ന് നോക്കിയിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് നമ്മുടെ ക്ലാസ് എടുക്കാനായിട്ട് ചില അസൗകര്യങ്ങൾ വന്നു. പ്രത്യേകിച്ച് ഇന്നും ശക്തമായ മഴയും കാറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് കറണ്ട് ഒരു പ്രശ്നം ഇങ്ങനെ കിടപ്പുണ്ട്. ഇലക്ട്രിസിറ്റി വന്നും പോയിരിക്കുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നവും കൂടി ഉണ്ട്. അപ്പൊ ഞാനത് സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് വിചാരിക്കാം. അപ്പോ ഗുരു 21-ാമത്തെ ശ്ലോകത്തിൽ വളരെ നമുക്കെല്ലാവർക്കും പ്രിയമായിട്ടുള്ള പ്രിയത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പ്രിയമൊരു ജാതി ഇതൻ പ്രിയം, ത്വദീയ പ്രിയം അപരപ്രിയമെന്ന അനേകമായി, പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം, തൻ പ്രിയം അപരപ്രിയം എന്നറിഞ്ഞിടേണം. വളരെ ലളിതമായിട്ടുള്ള പദങ്ങളാണ് ഗുരു ഇവിടെ വലിയ ഒരു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു വാക്കിന്റെ അർത്ഥം അറിഞ്ഞുകൂടായികയില്ല. എല്ലാം നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. പ്രിയം ഒരു ജാതി. പ്രിയം എന്നുള്ളത് ഒരു ഇനത്തിൽപ്പെട്ടതാണ്. ജാതി എന്നുള്ള ഒരു ഇനമാണ്. പ്രിയം ഒരു ജാതി. ഇത് എൻ പ്രിയം, ഇത് എനിക്ക് പ്രിയപ്പെട്ടതാണ്. ത്വദീയ പ്രിയം. ഇനി മറ്റൊന്ന് നിനക്ക് പ്രിയപ്പെട്ടതാണ്, അല്ലെങ്കിൽ നിന്റെ പ്രിയമാണ്. അപരപ്രിയം. ഇനിയോ മറ്റേത് വേറൊരാളുടെ പ്രിയമാണ് എന്ന് അനേകമായി.
ഇപ്രകാരം പലതായിട്ട് പ്രിയ വിഷയം പ്രതി ഓരോ വിഷയത്തെയും ആശ്രയിച്ചിട്ട് പ്രിയ വിഷയം പ്രതി ഓരോ വിഷയത്തെയും ആശ്രയിച്ച് പ്രിയപ്പെട്ടതായിട്ട് ഇരിക്കുന്നത് വന്നിടും ഭ്രമം. അതെല്ലാം ഭ്രമത്തെ, തെറ്റായ അറിവിനെ പ്രദാനം ചെയ്യുന്നതാണ്. തൻ പ്രിയം ശരിക്കും തൻ്റെ പ്രിയം തന്നെയാണ് അപരപ്രിയം, മറ്റൊരാളുടെയും പ്രിയം എന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ള വസ്തുത നമ്മൾ അറിയണം എന്ന് പറയുകയാണ്. അപ്പോ പ്രിയമായിട്ടുള്ള നമ്മളുടെ ഉപനിഷത്ത്, പ്രത്യേകിച്ച് ബൃഹദാരണ്യക ഉപനിഷത്തില് ഗാർഗിയെ കുറിച്ചും മൈത്രിയെ കുറിച്ചുമൊക്കെ ബ്രഹ്മവിദ്യ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ആശ്രയിക്കുന്നുണ്ട്, ആചാര്യനെ ആശ്രയിക്കുന്നു. മഹർഷി തന്നെയാണ് അവർ ഉപനിഷത്തിൽ ഏറ്റവും പ്രിയമായിരിക്കുന്നു നമ്മൾക്ക് അവരവരുടെ ആത്മാവിനെയാണ്. അപ്പോ ഇവിടെ ഓരോരുത്തരുടെ പ്രിയം എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ഇഷ്ടമുണ്ട്, പ്രിയമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ തന്നെ, എനിക്ക് ഇതിനോടാണ് പ്രിയം, മറ്റൊരാൾക്ക് വേറെ ഒന്നിനോടാണ് പ്രിയം, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രിയങ്ങൾ ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ നിരീക്ഷണത്തിൽ നിന്ന്, നമ്മുടെ ശരിയായിട്ടുള്ള ഒരു മനസ്സിന്റെ വിശകലനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഈ പ്രിയത്തെ ചൊല്ലിയാണ് വ്യക്തികൾ തമ്മിലും കുടുംബങ്ങൾ തമ്മിലും രാഷ്ട്രങ്ങൾ തമ്മിലും ഒക്കെ വലിയ പ്രശ്നങ്ങൾ, രാജ്യങ്ങൾ തന്നെ തമ്മിലാകുമ്പോൾ നമ്മൾ അതിന് യുദ്ധമെന്ന് പറയുന്നു. വ്യക്തികൾ തമ്മിൽ വരുമ്പോൾ അത് വ്യക്തിവിരോധം എന്ന് പറയുന്നു. അപ്പോ ഇവിടെയൊക്കെ അവരവർക്ക് പ്രിയപ്പെട്ടതായിട്ട് നിൽക്കുന്നതിനെയാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പൊ എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നത് എന്താണ്? ആ പ്രിയം നിനക്ക് പ്രിയപ്പെട്ടതാണോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നില്ല. അതേപോലെ മൂന്നാമതൊരാൾക്ക് അവരുടെ പ്രിയം വേറെ ഒന്നായിരിക്കാം. അപ്പൊ ഈ ഓരോരുത്തരുടെയും പ്രിയം, ആ പ്രിയം ആ രീതിയിൽ കാണുന്നത്, അതിൽ മാത്രം തൻ്റെ പ്രിയം മാത്രമാണ് ശരിയെന്ന് ശഠിക്കുമ്പോഴും മറ്റൊരാളും പറയുന്നത് തൻ്റെ പ്രിയമാണ് ശരി. അപ്പോ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം പ്രിയം അത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഒരാള് സിഗരറ്റ് വലിക്കുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, അതുപോലെ അത് മറ്റുള്ളവർക്കും അയാൾക്കും ഹാനികരമാണെന്നറിയാം. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അത് പ്രിയമാണ്. എന്തുകൊണ്ട്? തൻ്റെ ആത്മാവിന് അത് പ്രിയപ്പെട്ടതായി ഇരിക്കുന്നു എന്നുള്ള തോന്നലാണ്. അല്ലെങ്കിൽ തനിക്ക്, താനെന്ന് പറയുമ്പോൾ വ്യക്തികൾക്കൊക്കെ അറിഞ്ഞോ അറിയാതെയോ അവരവർക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ ഈ ആത്മാവിന് പ്രിയപ്പെട്ടതായിട്ടുള്ളത്. പക്ഷേ കാഴ്ചപ്പാടിലും മനസ്സിലാക്കലിലും പെരുമാറ്റത്തിലുമുള്ള ചില പ്രശ്നങ്ങളാണ് അത് സംഘർഷത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ടാണ്
ഈ തനിയെ തനിയെ ഉള്ള ഈ പ്രിയം അത് ഭ്രമമാണ് എന്ന് പറയുന്നത്. ഭ്രമിച്ചു പോകുന്നു, നമ്മൾ മോഹിച്ചു പോകുന്നു, ഒന്നിനെ തെറ്റായിട്ട് ധരിച്ചുകൊണ്ട് പോകുന്നതാണ് ഭ്രമം എന്ന് പറയുന്നത്, മോഹം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്വാർത്ഥത മാത്രം കൈമുതലാക്കി പോകുന്നവർക്കാണ് ശരിയായിട്ടുള്ള മനസ്സിലാക്കൽ സംഭവിക്കാതിരിക്കുന്നത്. ഇപ്പൊ വ്യക്തികൾ തമ്മിൽ, അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ കുട്ടികൾ നമ്മൾക്ക് ഏറ്റവും പ്രാണനായി, ജീവന്റെ ജീവനായിട്ട് നമ്മൾ കാണുകയാണ്. അത് നമുക്ക് പ്രിയപ്പെട്ടാണ്, തനിക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട ജീവന്റെ ജീവനായിട്ടുള്ള, പ്രാണന്റെ പ്രാണനായിട്ടുള്ള മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, അവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്ന പോലെ അവർ എന്നോട് പെരുമാറും, അല്ലെങ്കിൽ സംഭവിക്കുന്ന എന്താണ്, ആ പെരുമാറ്റം തിരിച്ചാണ് വരുന്നതെങ്കിൽ അവിടെ കോപമുണ്ടാകുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ദർശനമാലയിൽ പറയുന്നുണ്ട്, ഭാര്യ ഭജതി ഭർത്താരം ഭർത്താ ഭാര്യാം ന കേവലം സ്വാനന്ദമേവ ഭജതി സർവോപി വിഷയസ്ഥിതം. അപ്പൊ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും മകൻ അച്ഛനെ സ്നേഹിക്കുന്നതും അമ്മയെ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ മകൾ ഇവരെ സ്നേഹിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? തൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട്. ഒരു വിഷയത്തിന്റെ പേരിലാണെങ്കിൽ പോലും അത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഈ ഭ്രമത്തോടു കൂടിയാണ് നമ്മൾ ഇവരെ ഇഷ്ടപ്പെടുന്നതെങ്കിലോ, നമുക്ക് പ്രിയമായിരിക്കുന്നത്, അവിടെ സംഭവിക്കുന്ന എന്താണ്? സ്വാർത്ഥത കയറി വരുമ്പോൾ അവിടെ യാഥാർത്ഥ്യം മറന്നു പോവുകയാണ്. ഇപ്പൊ മകനെ അല്ലെങ്കിൽ മകളെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ, ഒരു ശരീരത്തെ അല്ലെങ്കിൽ ഒരു മനസ്സിനെ ഒക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ഭ്രമം ഉണ്ടാകുകയാണ്. നേരെ മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ചൈതന്യത്തെയാണ് ഈ പറയുന്ന പോലെ പ്രിയപ്പെട്ടത് ആക്കി നമ്മൾ എടുക്കുന്നതെങ്കിലോ, അപ്പോ തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ മകൾ അല്ലെങ്കിൽ തൻ്റെ ഭാര്യ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് താൻ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ശരിക്കുള്ള ഭ്രമമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവരെ അതിനെ ഉൾക്കൊള്ളും. നേരെ മറിച്ച് ഭ്രമമുള്ളവരാണെങ്കിലോ, അതായത് അജ്ഞാനമുള്ളവരാണെങ്കിൽ അത് ഉൾക്കൊള്ളില്ല. അതുകൊണ്ടാണ് നമ്മൾക്കിവിടെ സംഘർഷങ്ങൾ, ഇപ്പൊ ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിലുള്ള ഡൈവോഴ്സ് അല്ലെങ്കിൽ മക്കൾ തമ്മിലുള്ള ആ ഒരു ടാലിയാകാതെ വരുന്നതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഈ വ്യക്തി മറ്റൊരാളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അയാളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അടുത്ത വ്യക്തി, കേൾക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ എല്ലാം അത് ശരിയാണ് എന്ന് ഉള്ള ധാരണയോടുകൂടി കേൾക്കണമെന്ന് ഞാൻ ശഠിക്കുമ്പോൾ അവിടെ എൻ്റെ സ്വാർത്ഥതയാണത്. നേരെ മറിച്ച് അയാൾക്ക് അത് കേട്ടിട്ട് അയാളുടെ യുക്തിക്കും അനുഭവത്തിനും യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അയാൾ അത് സ്വീകരിക്കുകയുള്ളൂ, അത് കഴിഞ്ഞിട്ട് അയാൾ പ്രതികരിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി പ്രതികരിക്കുമ്പോൾ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നില്ല, അവിടെ ഭ്രമം ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് അങ്ങനെ അല്ലാതെ വരുമ്പോഴോ അയാൾ ഞാൻ പറയുന്ന കാര്യം കേൾക്കാതിരിക്കുകയും അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക്
പെരുമാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രിയത്തിന്റെ കാഴ്ചപ്പാട് മാറുകയാണ്. അത് ഭ്രമമാണ്. അപ്പൊ ഇങ്ങനെ വളരെ ലളിതമാണെന്ന് തോന്നുമ്പോഴും വളരെ സങ്കീർണമാണ് നമ്മളുടെയൊക്കെ ഈ പ്രിയം. പ്രിയം ഒരു ജാതി ഇതൻ പ്രിയം, തുതീയ പ്രിയം, അപരപ്രിയം എന്ന് അനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം. ഇതെല്ലാം ഇങ്ങനെയൊക്കെ കാണുന്നതെല്ലാം ഭ്രമമാണ്. തൻ പ്രിയം അപരപ്രിയം, തന്റെ പ്രിയവും അപരന്റെ പ്രിയവും സത്യത്തിൽ ഒന്ന് തന്നെയാണ് എന്നുള്ള ശുദ്ധമായിട്ടുള്ള അറിവ് വരുമ്പോഴാണ് ഈ ഭ്രമം എന്നേക്കുമായിട്ട് മാറുന്നത്. അപ്പൊ ആ ഭ്രമം മാറണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഓരോരുത്തരിലും കുടികൊള്ളുന്നത്, അല്ലെങ്കിൽ ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ചൈതന്യമാണ്. തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന അതേ ചൈതന്യം തന്നെയാണ് മറ്റൊരാളിലും കുടികൊള്ളുന്നത് എന്നുള്ള അവബോധം അവർക്ക് ഉണ്ടാകുമ്പോഴാണ് ഈ ഭ്രമം മാറുന്നത്. അപ്പോ ആ ഒരു തിരിച്ചറിവിലേക്ക് നാം ഓരോരുത്തരും മാറണം. അപ്പൊ ശുദ്ധമായിട്ടുള്ള ബ്രഹ്മവിദ്യയിലൂടെ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ എന്ന് ആത്മോപദേശ ശതകത്തിലൂടെ ഗുരു വെളിപ്പെടുത്തി തരികയാണ്. അപ്പോ എത്രമാത്രം സൂക്ഷ്മമായിട്ട്, എത്രമാത്രം ലളിതമായിട്ട് ഗുരു ഈ ഒരു പരമമായിട്ടുള്ള സത്യത്തെ നമ്മളോട് വെളിപ്പെടുത്തി തരികയാണ്. നമ്മുടെ മഹർഷിമാരെല്ലാവരും അങ്ങനെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നത്? നമ്മുടെ ഭ്രമം. നമ്മളിങ്ങനെ ഭൗതികമായിട്ടുള്ള സുഖത്തിന്റെ പുറകെയാണ്. എത്രമാത്രം കോടികൾ സമ്പാദിച്ചാലും, എത്രമാത്രം ഭൗതികമായിട്ടുള്ള സുഖത്തിന്റെ പാരമ്യതയിൽ കഴിയുമ്പോഴും അവിടെ നമ്മൾക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നില്ല. കാരണം അതെല്ലാം ബാഹ്യമായിട്ടുള്ള വെട്ടിപ്പിടിക്കലുകൾ. പക്ഷെ ഇതെല്ലാം വളരെ ക്ഷണികമാണ്. ഈ ശരീരത്തിൽ നിന്ന് ഈ വായു, ഈ പ്രാണൻ പുറത്തു പോയാൽ അതോടുകൂടി തീർന്നു എല്ലാം. അതുവരെ നമ്മൾ താലോലിച്ച് വളർത്തിയിരുന്ന ശരീരം ഉൾപ്പെടെ, നമ്മുടെ വേണ്ടപ്പെട്ടവർ എന്ന് വിചാരിച്ചിരുന്നവർ ഉൾപ്പെടെ കൈവിട്ടു പോവുകയാണ്. അപ്പോ മരണം എന്ന് പറയുന്നത് ഒരു സത്യമായിട്ടുള്ള ഒന്നാണ്. ഈ ശരീരം വിട്ട് ജീവൻ പോകുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. അത് ഏത് നിമിഷത്തിലും സംഭവിക്കാം. മഹർഷി പറയുന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അവനവനെ കുറിച്ചുള്ള അറിവ്, ഈ ജ്ഞാനം നേടണം. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ നല്ല ഊർജ്ജസ്വലതയോട് കൂടി ഇരിക്കുമ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതായത് ചെറിയ പ്രായത്തിൽ. പ്രായമാകുമ്പോൾ നമുക്ക് പലതും നമുക്ക് ഓർക്കാൻ പറ്റാതെ വരുന്നു. നമ്മുടെ മനസ്സും ബുദ്ധിയൊക്കെ ഉറച്ചു പോകുന്നു. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കുന്നു? ആ മഹർഷിമാർ ഉദ്ദേശ രീതിയിലേക്ക് നമുക്ക് ഉണരാൻ പറ്റാതെ വരികയാണ്. അതുകൊണ്ട് ഗുരു ഇവിടെ സൂചിപ്പിക്കുകയാണ്, ഈ എല്ലാവരുടെയും പ്രിയമായിരിക്കുന്നത് ആത്മാവ് തന്നെയാണ്. ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി, അറിഞ്ഞ്, ഇപ്പൊ മനസ്സിലാക്കുക എന്നാണ് ഗുരു പറയുന്നത്, അറിയുക എന്നുള്ളതാണ്. ആ രീതിയിൽ അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് ശരിക്കുള്ള ജീവിതമാകുന്നത്. അതുവരെ അത് ജീവിതമല്ല, ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു പോക്ക് മാത്രമാണ് എന്നാണ് ഗുരു പറയുന്നത്. അപ്പൊ പ്രിയം ഒരു ജാതി ഇതൻ പ്രിയം, തുതീയ പ്രിയം അപരപ്രിയം എന്നനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം തൻ പ്രിയം അപരപ്രിയം എന്നറിഞ്ഞിടയണം. അപ്പൊ ആ രീതിയിലേക്ക് പ്രിയത്തെ നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്ത്, ഇത് ഒരുപാട് നമുക്ക് പല ആംഗിളുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ഒരുപക്ഷെ ആ രീതിയിലുള്ള ചിന്തകൾ നമ്മളുടെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്
കയറിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കയറ്റിവിടാൻ സാധിച്ചാലോ അതൊരു വലിയൊരു സ്റ്റെപ്പായിരിക്കും. കാരണം അവൻ ഈ സ്വാർത്ഥതയില്ലാത്ത യഥാർത്ഥത്തിലുള്ള ആ സനാതനമായിട്ടുള്ള ആ സത്യത്തെ സാക്ഷാത്കരിച്ച് അവന്റെ ജീവിതം കൃത്യമായി അവന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് എല്ലാവർക്കും ആ രീതിയിലുള്ള ഒരു അവബോധമാണ് ഉണ്ടാകേണ്ടത്. അപ്പൊ ഈ ആ അറിവിനെ നമ്മൾ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുക, തിരിച്ചറിയുക എന്ന് മാത്രം. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് ഒന്ന് പോകാം. അതും ഈ പ്രിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന്റെ ഒരു തുടർച്ചയായിട്ട് ഇരിക്കുന്നതാണ് താൻ. എന്താണ്? പ്രിയം അപരന്റെ അതിൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും. നയം അതിനാലെ നരന് നന്മ നൽകും, ക്രിയ അപരപ്രിയ ഹേതുവായി വരയണം. അപ്പോ പ്രിയം അപരന്റെ പ്രിയം. അപ്പോ മറ്റൊരുത്തന്റെ പ്രിയം ഏതാണോ അത് എൻ പ്രിയം, അത് എന്റെ പ്രിയമാണ്. സ്വകീയ പ്രിയം എന്റെ പ്രിയം തന്നെയാണ് അപരപ്രിയം. അതേപോലെ മറ്റൊരാളുടെ പ്രിയവും ഇപ്രകാരം ആകും. ഇപ്രകാരമുള്ള നയം അതിനാലെ, അങ്ങനെ ഒരു നയത്തെ നമ്മൾ അനുസരിക്കുകയാണെങ്കിലോ നരന് നന്മ നൽകും ക്രിയ, ഒരു മനുഷ്യന് നന്മ വരുത്തുന്ന പ്രവൃത്തി അപരപ്രിയ ഹേതുവായി വരണം, മറ്റുള്ളവർക്ക് പ്രിയത്തെ ഉണ്ടാക്കുന്നതായി തീർക്കണം. അപ്പോ എന്റെ പ്രിയം മറ്റൊരാൾക്ക് പ്രിയമാണ്, അതുപോലെ അയാളുടെ പ്രിയം എനിക്കും പ്രിയമാണ്. ഇങ്ങനെ ഒരു നയത്തെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ്, മറ്റുള്ള ആളുകൾക്കും തീർച്ചയായിട്ടും ഇവിടെ യാതൊരുവിധ ഭേദ ചിന്തയുമില്ലാതെ അവർക്ക് സുഖമായിട്ട് ഇവിടെ കഴിയാൻ പറ്റും എന്നാണ് ഗുരു പറയുന്നത്. അപ്പൊ പ്രത്യേകിച്ചൊരു നയം നമുക്ക് ഉണ്ടാകണം. കാരണം ഈ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് കൂടി പ്രിയമായിട്ട് ഉപകാരപ്രദമായിട്ട് തീരുന്ന രീതിയിലേക്ക്, അപ്പൊ അത് നമ്മൾക്ക് പെട്ടെന്ന് നമ്മുടെ ഒരു വ്യവഹാരത്തിൽ, നമ്മുടെ ഈ ഒരു വേക്കിംഗ് സ്റ്റേജിൽ ഇവിടെ നമ്മൾ ഇതുവരെ ശീലിച്ചിട്ടുള്ള ഇതിനെയൊക്കെ നമ്മൾ ശരിക്കും ശുദ്ധീകരിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം എനിക്ക് പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ എൻ്റെ പ്രിയം എന്ന് പറയുന്നത് മറ്റൊരാളുടെ പ്രിയമാണ്, അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രിയം എൻ്റെ പ്രിയമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു നയം വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അത് എത്രമാത്രം സാധിക്കും, അത് എങ്ങനെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും? ഇതൊക്കെ മഹർഷിമാരിങ്ങനെ ഒരു ക്യാപ്സൂൾ പരുവത്തില് നമുക്ക് ഓരോ സംഗതികൾ പറഞ്ഞു തരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളറകളിലേക്ക് എത്തണമെങ്കിൽ അത്രമാത്രം ഒരു സാധന അല്ലെങ്കിൽ സൂക്ഷ്മത നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഇത്രയും ഉദാത്തമായിട്ടുള്ള ഒരു സംസ്കാരം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ തമ്മിൽ അടിച്ച് മനുഷ്യൻ മരിക്കുന്നതും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ജാതിയുടെ കാഠിന്യം കൊണ്ട് റോഡിലൂടെ നടക്കുന്നതിനുള്ള ഒരു അവസരം കൊടുക്കാതിരുന്നൊരു കാലം. ഇന്നും ക്ഷേത്രങ്ങളിൽ ഇല്ലാത്ത ജാതിയുടെ പേരിൽ മനുഷ്യനെ പ്രവേശിപ്പിക്കാതിരിക്കുന്നത്. അപ്പൊ ഉപനിഷത്ത്, ശ്രേഷ്ഠമായിട്ടുള്ള ഉപനിഷത്ത് എന്താ പറയുന്നത്? ഇവിടെ സർവം ഖലിതം ബ്രഹ്മ, ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആ പരബ്രഹ്മം തന്നെയാണ്, അതിനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതും പരബ്രഹ്മമാണ്. അപ്പോ ഇങ്ങനെ ബ്രഹ്മമല്ലാതെ, ഈശ്വരനല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്ന് നമ്മളെ ആയിരത്താണ്ടുകളായിട്ട് പഠിപ്പിക്കുന്ന, ബോധിപ്പിക്കുന്ന വേദ ഗ്രന്ഥങ്ങൾ പറയുന്ന ഈ മൂല്യത്തെ അല്ലെങ്കിൽ സംസ്കാരത്തെ, ഈ അറിവിനെ
എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റാതെ പോകും? സന്യാസിമാരായാലും ശരി, ഗൃഹസ്ഥന്മാരായാലും ശരി, ആരായാലും ശരി, ഇവിടെ ഈ ഒരു അറിവിനെ നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റാതെ വന്നതുകൊണ്ടല്ലേ ഈ ഒരു വിഷയം വന്നിരിക്കുന്നത്. അപ്പോ ഇവിടെയൊക്കെ മനുഷ്യന്റെ ബുദ്ധി അവൻ ഈ സ്വാർത്ഥത കൊണ്ട് ഇങ്ങനെ അവൻ പൊതിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഞാനൊരിക്കൽ ഗുജറാത്തില് ശങ്കരാശ്രമത്തിൽ പോകുമ്പോൾ, ശങ്കര മഠത്തിൽ പോകുമ്പോൾ, അവിടെ നിന്ന ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, ആ ബ്രാഹ്മൺ ഹോ ഹേ തോ അന്തർ ജായേ ആപ്കോ സബ് കുച്ച് മിൽ ജായേ. അപ്പോ നിങ്ങൾ ബ്രാഹ്മണനാണ് എങ്കിൽ നിങ്ങൾ അകത്തു പോയിക്കൊള്ളൂ, എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അപ്പൊ നോക്കണം, ഈ അദ്വൈതത്തിന്റെ ആ കൃത്യമായിട്ടുള്ള സന്ദേശം, ആ അറിവ് ഭാരതത്തിന്റെ 4 വശങ്ങളിലേക്കും പകർന്നു കൊടുക്കുവാൻ വേണ്ടി ആദിശങ്കരാചാര്യ സ്ഥാപിച്ച ആശ്രമമാണ്, മഠമാണ്. അപ്പൊ ഈ സർവം ഖലിതം ബ്രഹ്മ എന്ന് ഉപനിഷത്തും വേദങ്ങളും അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി, അഹം ബ്രഹ്മാസ്മി, ഇങ്ങനെയൊക്കെയുള്ള മഹാവാക്യങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്ന, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന സങ്കേതങ്ങളിൽ പോലും ഈ ഇല്ലാത്ത ജാതിയുടെ ആ കെട്ടുകിടക്കുന്നു. അതിപ്പോഴും പല സ്ഥലങ്ങളിലുണ്ട്, എല്ലാ സ്ഥലങ്ങളിലുണ്ട്. എന്തുകൊണ്ട്? അപ്പൊ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഈ ബ്രഹ്മവിദ്യ, വേദങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീത ഉൾപ്പെടെ നമ്മൾക്ക് പകർന്നു തരുമ്പോഴും നമ്മളത് പഠിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ഭേദചിന്ത ഇവിടെ നിലനിന്ന് പോകുന്നത്? ഗുരു സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെ ഒരു നയം നമുക്ക് എന്തുകൊണ്ട് അനുസരിക്കാൻ പറ്റുന്നില്ല, അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല? അപ്പൊ അത്രമാത്രം സ്വാർത്ഥത അവന്റെ മൃദുലമായിട്ടുള്ള വികാര വിചാരങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഇതിനെ മതമാക്കി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകൾ ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മൾ അത് വെളിയിൽ ഇങ്ങനെ ഒരു വിഷയമാണെങ്കിലും നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ നമ്മൾക്ക് അങ്ങനെ ഒരു അവബോധം, ഈ വ്യക്തികൾ തമ്മിലുള്ള വിദ്വേഷങ്ങളെ, ഇഷ്ടക്കുറവുകളെ നമുക്ക് എന്തുകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല? ഇപ്പോ രക്തബന്ധങ്ങളുണ്ട്, ആത്മബന്ധങ്ങളുണ്ട്. ശരിക്കും ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് രക്തബന്ധമല്ല, ആത്മബന്ധമാണ്. അതിൽ നിന്നാണ് രക്തബന്ധം ഉണ്ടാകുന്നത്. രക്തബന്ധമില്ലാത്ത ആളുകളിൽ നിന്നാണ് രക്തബന്ധമുള്ളവരുണ്ടാകുന്നത്. പക്ഷേ ആ ബന്ധത്തെക്കായും എത്രയോ ശ്രേഷ്ഠമാണ് ഈ അറിവിൽ നിന്നുണ്ടാകുന്ന ആത്മബന്ധം. അതൊരിക്കലും നശിക്കുന്നില്ല. കാരണം ഈ അറിവിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അവർ കാര്യങ്ങളെ കാണുന്നത്. അപ്പോ അറിവിനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് മറ്റ് സ്വാർത്ഥമതികൾ തെറ്റായ ആശയങ്ങളെ പകർന്ന് കൊടുക്കുന്നത്. അപ്പോ ഇവിടെയൊക്കെ നമ്മൾ ഇത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ള ദർശനത്തെ പഠിക്കുമ്പോൾ ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് ഭാരതത്തിലേക്കാണ്. കാരണം ഇത്രമാത്രം അറിവ് നിറച്ചു വെച്ചിട്ടുള്ള ഒരു സംഗീതം. പക്ഷേ ഇവിടെയുള്ള പോരായ്മകൾ, മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റാതിരിക്കുക, ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന ആ ദിവ്യതയെ തിരിച്ചറിയാൻ പറ്റാതിരിക്കുക, അവനവന്റെ ഉള്ളിലുള്ള ദിവ്യതയെ തിരിച്ചറിയാൻ പറ്റാതിരിക്കുക, അങ്ങനെ വളരെ വളരെ മഹത്തായിട്ടുള്ള നഷ്ടത്തെ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവിടെ മനുഷ്യൻ കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഗുരു പറയുന്ന രീതിയിൽ എന്റെയും നിന്റെയും എല്ലാവരുടെയും പ്രിയം ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ആ മനസ്സിലാക്കൽ, അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത്. അപ്പോ എനിക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നത് മറ്റൊരാൾക്ക് പ്രിയപ്പെട്ടതാകണമെങ്കിൽ അവിടെ കാഴ്ചപ്പാടും അറിവും ഒരേപോലെ വരണം. അപ്പൊ അങ്ങനെ ഒരു അറിവ് ഇല്ലാത്തടത്തോളം കാലമാണ്
ഭേദചിന്തകൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു വാക്കിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആ വാക്കിന്റെ അർത്ഥതലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആ അർത്ഥം ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ജന്മജന്മാന്തരമായിട്ട് നമ്മൾ വെച്ചു പുലർത്തുന്ന, നമ്മൾ കൊണ്ടു നടക്കുന്ന, താലോലിക്കുന്ന മിഥ്യയായിട്ടുള്ള ആശയങ്ങളെ നമ്മൾക്ക് കഴുകിക്കളയുവാൻ, അല്ലെങ്കിൽ അതിനെ എരിച്ചു കളയുവാൻ ഈ ജ്ഞാനാഗ്നിക്ക് സാധിക്കണം. അങ്ങനെ അതൊരു നയമായിട്ട് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഈ എല്ലാവരെയും നമുക്ക് ഒരേ ചൈതന്യത്തിന്റെ സ്ഫുലിംഗങ്ങളാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി, അല്ലെ? നമ്മൾ എത്രയോ കോൺഫ്ലിക്റ്റുകൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താണ്? നമുക്ക് ഈ പരസ്പരം മനസ്സിലാക്കലില്ല. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് ഞാൻ പറയുകയും, നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന്. അപ്പോ ഇതിനെ ആ കടുംപിടുത്തം വിട്ടുകൊണ്ട്, സ്വാർത്ഥത വിട്ടുകൊണ്ട് ഈ രീതിയിലേക്ക് നമുക്ക് ഒരു നയം രൂപീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു നയമാക്കി എടുക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും എന്താണ് ഇവിടെ അപരൻ എന്നുള്ളത് മാറി. അപ്പോ ഇങ്ങനെ ഒരു ഭേദചിന്തകളെ കംപ്ലീറ്റ് നിർത്തലായി, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇല്ലാതാക്കിയിട്ട് സോദരത്വേന വാഴുന്ന ഒരു മാതൃകാ സ്ഥാനമായി നമുക്ക് ഈ ഭൂമിയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അത് സംഭവിക്കുന്ന ആ ഒരു വിപ്ലവം സംഭവിക്കേണ്ടുന്നത് നമ്മുടെ അകത്തു നിന്നാണ്, ഓരോരുത്തരുടെയും. അതുകൊണ്ട് തന്നെ ഈ തിരിച്ചറിവുണ്ടാകുമ്പോൾ എവർ ന്യൂ എന്നുള്ള അർത്ഥത്തിൽ ഈ എപ്പോഴും സാക്ഷാത്കാരം എപ്പോഴും പുതിയതായിട്ട് തന്നെയായിരിക്കുന്നു, അതൊരിക്കലും പഴയതല്ല. അപ്പോ ആ സാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് ഉയരാനായിട്ട് നമുക്ക് സാധിക്കണം. അത് സാധിക്കാതെ പോകുമ്പോൾ നമ്മുടെ നമ്മുടെ ലൈഫാണ്, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് അതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റാതെ വ്യർത്ഥമായിട്ടുള്ള, നിരർത്ഥകമായിട്ടുള്ള ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പല പല ഇസങ്ങളുടെയും ഒക്കെ പേരിൽ ഈ മനുഷ്യജന്മം പാഴാകുക എന്ന് പറയുന്നത് ചിന്തിക്കുമ്പോൾ നമുക്കൊരിക്കലും അത് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അത്രമാത്രം അത് നഷ്ടമായിരിക്കും നമുക്ക്. അപ്പോ അങ്ങനെ ഒരു ആത്മോപദേശ ശതകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആത്മാവിനെ അറിയുക എന്നുള്ളത്, അതായത് അവനവനെ അറിയുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ പരമപ്രധാനമായിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുമ്പോഴാണ് എവിടേക്കാണ് നമ്മൾ പോലും അറിയാതെ ഈ മനസ്സും ഒന്നും അറിയാത്ത ചില കെട്ടുകൾ വളരെ കടുങ്കെട്ടായിട്ട് നമ്മളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അതിനെ അഴിച്ചെടുക്കാനായിട്ട് പറ്റണം. അപ്പോ ഈ വിശകലനത്തിലൂടെ മാത്രമേ ആ കെട്ടിനെ നമുക്ക് എന്നേക്കുമായിട്ട് അഴിച്ചു കളയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഈ കെട്ട് മുറുകിക്കൊണ്ടിരിക്കും. കെട്ട് മുറുകുന്നതനുസരിച്ച് നമ്മൾ എന്താണ് സ്വാർത്ഥന്മാരായിട്ട് നമുക്കൊരിക്കലും ഇതിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മനസ്സും ബുദ്ധിയൊക്കെ ആ ഒരു തമോ ഗുണത്തിലേക്ക് പെട്ടുപോകും. അപ്പോ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം, നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. അപ്പോ പ്രിയം അപരന്റെ എതൻ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും. നയം അതിനാലെ നരന് നന്മ നൽകും, ക്രിയ അപരപ്രിയ ഹേതുവായി വരെയാണ്. അപ്പൊ ഇവിടെ നരന് നന്മ നൽകുന്നത്, മനുഷ്യന് നന്മ നൽകുന്നത്, അതായത് ഇവിടെ മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. കാരണം അവന് മാത്രമാണ് വിവേകമുള്ളത്. മറ്റ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ജീവനുണ്ടെങ്കിലും, നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും, അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിലും സ്നേഹമുണ്ടെങ്കിലും അവർക്ക് വിവേകമില്ല. അത് മനുഷ്യന് മാത്രമാണ്. അപ്പം മനുഷ്യന്, നരന് നന്മ നൽകുന്നത് ആ ശരിക്കുള്ള വിശേഷമായിട്ടുള്ള ബുദ്ധിയാണ്. അപ്പോ അവൻ അത് ഉപയോഗിച്ച് ഈ സംസാര സമുദ്രത്തിൽ നിന്ന്, ഈ ദുഃഖമയമായിട്ടുള്ള ഈ ലോകത്ത് നിന്ന് അവന് ഈ അപ്പുറത്തേക്ക് കടന്നു പോകാനായിട്ട് സാധിക്കും. മറ്റുള്ള വിധങ്ങൾ അവർക്ക് അങ്ങനെ കടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് വീണ്ടും അവര് പുനർജനിക്കേണ്ടി വരികയാണ്. അപ്പൊ മനുഷ്യന്റെ രൂപമുണ്ടെങ്കിലും ബേസിക്കലി ഈ തിരിച്ചറിവില്ലാത്ത
വിവേകമില്ലാത്ത ആളുകളെ മനുഷ്യരൂപേണ മൃഗാഹ ചരന്തി എന്നാ പറയുന്നത്. മനുഷ്യന്റെ രൂപം മാത്രമാണുള്ളത്, സഞ്ചരിക്കുന്നതോ മൃഗങ്ങളെ പോലെയാണ്. അപ്പൊ മൃഗങ്ങൾ മോശമെന്നുള്ള രീതിയിലല്ല, മൃഗങ്ങൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ആ വിവേകമില്ല. അവർക്ക് ബുദ്ധിയുണ്ട്, ഒരു ചില കാര്യങ്ങളൊക്കെ നമ്മളെക്കാളും വളരെ അഡ്വാൻസ് ആണ് അവര്. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുമ്പോഴും നമ്മൾക്ക് ഈ അവനവന്റെ സ്വരൂപത്തെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എവിടേക്കാണ് നമ്മൾ പെട്ടുപോയിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രക്ഷപ്പെടുവാനായിട്ട് നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ, അവർക്ക് സാധിക്കില്ല. അപ്പോ ദേവന്മാർക്ക് പോലും സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ്? ഇവിടെ സ്വർഗകാമോ യജേത, സ്വർഗം ഇച്ഛിക്കുന്നവൻ എന്ത് ചെയ്യണം? അവൻ യജ്ഞം ചെയ്യണം. അപ്പൊ എന്തിനാണ് അവൻ സ്വർഗം ഇച്ഛിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അവന് സുഖിക്കണം എന്നുള്ളതാണ്. അവൻ ആഗ്രഹിക്കുന്നത് ആത്യന്തികമായിട്ടുള്ള സുഖം. പക്ഷെ ദേവതാ ഉപാസന കൊണ്ട് അവൻ ആ ദേവതാ ലോകത്ത് പോകാം, ആ ദേവതാ ലോകത്ത് അവന് സുഖമായിട്ട് വസിക്കാം. അപ്പൊ പുണ്യത്തിന്റെ ആ ഗ്രേഡ് കൂടുന്നതനുസരിച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ആ ലോകത്തേക്ക് പോകുമ്പോൾ അവൻ ദേവതയായിട്ട് മാറുകയാണ്. ഇപ്പൊ നമ്മുടെ വിഷ്ണു, ശിവൻ ഒക്കെ അങ്ങനെ തന്നെയാണ്. അവര് ആ പോസ്റ്റ് എപ്പോഴും അവിടെ ഉണ്ടാവും. സൃഷ്ടി, സ്ഥിതി, സംഹാരം, ആ പോസ്റ്റ് എപ്പോഴും ഉണ്ടാവും. അവിടേക്ക് ആളുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അത് ആയിരക്കണക്കിന് മനുഷ്യന്റെ വർഷം നമുക്ക് എടുക്കാം. അപ്പൊ ഇങ്ങനെ അവർ എത്ര വർഷം അവിടെ കിടന്ന മനുഷ്യൻ പുണ്യം സമ്പാദിച്ച് ദേവതയായി മാറിയാലും ആ ദേവതാ ലോകത്ത് അവൻ എത്ര വർഷം താമസിച്ചാലും അവിടുത്തെ സുഖങ്ങളെല്ലാം അനുഭവിച്ചാലും അവൻ അവിടെ നിന്ന് ഈ മുക്തിയിലേക്ക്, ഈ അവനവന്റെ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ് പോകാനുള്ള അവസരം അവിടെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഗീത പറയുന്നുണ്ട്, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അപ്പോൾ പുണ്യം ക്ഷയിക്കുമ്പോൾ അവൻ മനുഷ്യലോകത്തേക്ക് വരേണ്ടി വരുന്നു. എന്നിട്ടോ അവിടെയാണ് ഒരു സദ്ഗുരുവിനെ, ശരിയായിട്ടുള്ള ആത്മജ്ഞാനം നേടിയ ഗുരുവിനെ കണ്ടെത്തി ഉപദേശം വാങ്ങിച്ചിട്ട് വീണ്ടും ഈ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിച്ച് അല്ലെങ്കിൽ ഭക്തിമാർഗത്തിൽ സഞ്ചരിച്ച് ആ പരമമായിട്ടുള്ള തലത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഒക്കെ തന്നെയാണ് മഹർഷിമാർ എല്ലാം ആലോചിച്ചിട്ടാണ് പറഞ്ഞത് മനുഷ്യജന്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ആ മനുഷ്യജന്മത്തിൽ തന്നെ നമുക്ക് മഹാപുരുഷന്മാരുമായിട്ടുള്ള സംശ്രയം അത് നമുക്ക് കിട്ടുന്നത് വളരെയധികം നാളത്തെ പുണ്യം കൊണ്ടാണ്. അങ്ങനെ ഒരു ഗുരുവിനെ നമുക്ക്, ജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുവിനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി അഥവാ തിരിച്ചറിഞ്ഞാൽ ആ ഗുരുവിനെ ശരിയായ രീതിയിൽ സേവിച്ച്, ശരിയായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം, ഈ സംസാര ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടണം. അപ്പോ ഇത്രയും പ്രക്രിയ അവിടെ കിടക്കാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മനുഷ്യനായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? താൽക്കാലികമായിട്ടുള്ള ഒരു ദേവതാ ലോകത്തേക്കുള്ള പ്രയാണം, കാരണം സ്വർഗമൊക്കെ ഇച്ഛിച്ച് അതിനുള്ള പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ടാ പോകുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഭഗവാന്റെ അടുത്ത്, ആ ഇഷ്ടദേവതയോട് പ്രാർത്ഥിക്കാം, എനിക്ക് വേണ്ടുന്നത് ഈ ലോകമല്ല, മറിച്ച് എനിക്ക് വേണ്ടുന്നത് അറിവാണ്, അവനവനെ കുറിച്ചുള്ള അറിവാണ്. അപ്പോ അങ്ങനെ ഒരു അറിവ് സമ്പാദിച്ച് പോകുവാനായിട്ട് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് വെച്ചിരിക്കുന്നത് മനുഷ്യരാണ്. പക്ഷെ ആ മനുഷ്യൻ എത്രയോ ജന്മങ്ങളിലൂടെ നേടുന്ന അവൻ ജന്മങ്ങളെടുത്ത് അവന്റെ കർമ്മങ്ങളൊക്കെ എരിച്ചു കളഞ്ഞ് അവനിങ്ങനെ ശുദ്ധീകരിച്ച് അങ്ങനെ അവസാനമാണ് അവനൊരു സദ്ഗുരുവിനെ, ജ്ഞാനിയായിട്ടുള്ള ഒരു ഗുരുവിനെ കണ്ടെത്തുന്നത്. അവന്റെ ഉള്ളില് സത്യസന്ധമായിട്ടുള്ള ആഗ്രഹം, ആ ഒരു ജിജ്ഞാസ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന് അത് കിട്ടിയിരിക്കും. അങ്ങനെ ആ ഒരു ഗുരുവിനെ കിട്ടുമ്പോഴോ തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിനെ തത്വദർശന. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ജ്ഞാനിയായിട്ടുള്ള ആ ഒരു മഹാത്മാവിന്റെ അടുത്ത് പോയി തദ്വിധി, നീ പോയി എന്ത് ചെയ്യണം? അറിയണം. എങ്ങനെയാണ് അവിടെ ഗുരുവിനെ സേവ ചെയ്ത് പരിപ്രശ്നങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഗുരു നമുക്ക് അത് സ്നേഹത്തോടു കൂടി തന്നെ തത്വമസി ഉപദേശിക്കും. അങ്ങനെ എന്താണ്?
ഈ മനുഷ്യ ശരീരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനായിട്ട് മാറാൻ സാധിക്കും. അതല്ലാതെ നമ്മൾ മരിച്ചു പോയിട്ടല്ല നമ്മുടെ മുക്തി ഉണ്ടാകേണ്ടത്. ഈ ജന്മത്ത് തന്നെ, ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് മുക്തി ഉണ്ടാകണം. അതിന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ പറയുമ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിലും അത് പ്രാക്ടിക്കൽ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോ അത്രമാത്രം ഒരു ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യജന്മം കിട്ടിയിട്ട്, അതേപോലെ മഹാപുരുഷ സംശ്രയം കിട്ടിയിട്ട് നമ്മൾ മുക്തിക്ക് വേണ്ടി ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തടസ്സം, അല്ലെങ്കിൽ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ട്. എത്രയോ മഹാത്മാക്കൾ അവരുടെ അടുത്ത് ഭക്തന്മാര് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അവർക്ക് കുറച്ച് സിദ്ധിയിലൂടെ അവരുടെ പൂർവ്വജന്മത്തെ കുറിച്ച്, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച്, അവരുടെ ബിസിനസ്സിനെ കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. നേരെ മറിച്ച് അവനവന്റെ സ്വരൂപത്തെ കുറിച്ച് അറിയുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ ഈ മഹാത്മാവ് മനുഷ്യന്റെ രൂപത്തിലിരിക്കുന്നത് കൊണ്ട് പരിമിതനാണ് എന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ചിലരൊക്കെ, ഈ ജ്ഞാനികളായിട്ടുള്ള ആളുകൾക്കൊക്കെ യാതൊരുവിധ വികാര വിചാരങ്ങൾ ഉണ്ടാകില്ല. അവരുടെ ശരീരം ഒക്കെ ഉൾപ്പെടെ അത്ര ഇതായിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ശരിയായിട്ടുള്ള ഭക്ഷണം കഴിക്കത്തില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഒരിക്കൽ ശ്രീനാരായണ ഗുരുദേവൻ കൊളത്തൂര്, തിരുവനന്തപുരത്തിനടുത്താണ് കൊളത്തൂര് കോലത്തുകര ക്ഷേത്രം. അപ്പോൾ ഗുരു ആ ക്ഷേത്രമുറ്റത്ത് ഭക്തന്മാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീപാരാധനയ്ക്ക് മണിയടിച്ചു. ദീപാരാധനയ്ക്ക് മണിയടിച്ചു കഴിഞ്ഞപ്പോ ഈ അടുത്തിരുന്ന ഭക്തന്മാരെല്ലാവരും എഴുന്നേറ്റ് അമ്പലത്തിലേക്ക് ഓടിപ്പോയി. ദീപാരാധന തൊഴാൻ വേണ്ടി പോയതാണ്. ഗുരുദേവൻ അവിടെ ഇരുന്ന് പതിയെ ഒന്ന് ചിരിച്ചു. കാരണം ഒറിജിനൽ സാക്ഷാത് പരബ്രഹ്മ സ്വരൂപം ഒരു മനുഷ്യ ശരീരം എടുത്തിവിടെ ഇരിക്കുകയാണ്. ആ പരബ്രഹ്മ സ്വരൂപത്തിനോട് ആണ് ഈ ഭക്തന്മാരെ സംവദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവർക്ക് ആ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ട് എന്ത് പറ്റി? അവിടെ ക്ഷേത്രത്തിൽ സാങ്കല്പികമായിട്ട് ഈ പരബ്രഹ്മമൂർത്തി സാങ്കല്പികമായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ദേവനെ തൊഴാൻ വേണ്ടിയിട്ടാണ് ഓടിപ്പോയത്. ഇതെല്ലാം ഓർത്തിട്ടാണ് കഷ്ടം ദീനം പിടിച്ചും മധുരി അത് കുടിച്ചും കിടക്കുന്ന ലോകർക്ക് എന്ന് ഗുരു പാടുന്നത്. അല്ലെങ്കിൽ ഗുരുവിന്റെ ഒരു എന്തിനു വേണ്ടിയാണ് ഗുരു ഇവിടെ ഈ ശരീരം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോ ഇങ്ങനെ കഷ്ടം ദീനം പിടിച്ചും, ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടുകൾ, അതായത് ദീനം എന്നുള്ള അസുഖമാണ്. അത് ശരീരത്തിന്റെ അസുഖം മാത്രമല്ല, മനസ്സിന്റെ കൂടിയാണ്. ഈ അസുഖങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ചികിത്സിക്കുക, അതിന് ചികിത്സിക്കാൻ പറ്റുന്നത് ഗുരുവിന് മാത്രമാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ഗുരു അവിടെ ഇരുന്നിട്ട് ഗുരുവിനോട് സംസാരിച്ചിട്ട് അത് തിരിച്ചറിയാതെ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളും ആലോചിക്കണം. ഇപ്പൊ നമ്മൾ വിചാരിക്കും അവരൊക്കെ മടയന്മാരാണ്, പക്ഷെ നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറിജിനലിനെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വെക്കുകയും ഡ്യൂപ്ലിക്കേറ്റിനെ ഒറിജിനലായിട്ട് കാണുകയും ചെയ്യണം. അപ്പോ ഗീതയിൽ അത് സൂചിപ്പിക്കും, എവിടെയാണോ യാ നിശ സർവഭൂതാനം. അപ്പോ ഈ ജീവികൾക്ക് ഏതാണോ ഇരുട്ടായിരിക്കുന്നത് അവിടെ ജ്ഞാനി ഉണർന്നിരിക്കുന്നു. ജ്ഞാനി എവിടെയാണോ ഉറങ്ങിയിരിക്കുന്നത് അവിടെ ഈ അജ്ഞാനി ഉണർന്നിരിക്കുകയാണ്. അതായത് ഈ ഭൗതികമായിട്ടുള്ള സാധാരണ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളുടെ പുറകെ നമ്മുടെ ലൈഫ് മൊത്തം നമ്മൾ തീർക്കുമ്പോൾ, ഓടി തീർക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾക്ക് മറു സൈഡ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള അതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ. അതുകൊണ്ട് ഈ ആത്യന്തികമായിട്ട് മനുഷ്യന് നന്മ നൽകണമെങ്കിൽ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അത് നമുക്ക് അർത്ഥവത്താകണമെങ്കിലോ ഇങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോ ഗുരുക്കന്മാരുടെ ശരിയായിട്ടുള്ള ജ്ഞാനിയെ നമ്മൾ കണ്ടെത്തുമ്പോഴും വിവേകം ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവരെ നമ്മൾ അനുസരിക്കാതെ പോകുന്നു. നൂറ് കണക്കിന് അനുഭവങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അപ്പോ
അവർ ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ സംസാര സമുദ്രത്തിൽ നിന്ന് കരകയറുവാനുള്ള ഒരു വിദ്യ ഞങ്ങൾക്ക് പറഞ്ഞു തരേണേ ഭഗവാനെ എന്ന് അവരോട് നമ്മൾ പറയുമ്പോഴാണ് അവർ കുറേയും കൂടി, അപ്പൊ നമുക്ക് ആ ഒരു തീവ്രത നമുക്ക് ഉണ്ടാവണം. അപ്പൊ അത് ഇല്ലാതിരിക്കുന്നതിന്റെ കാരണമാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ കിടക്കുന്നത്. അപ്പോ നമുക്ക് അതുകൊണ്ട് അതിനെ വളരെ വ്യക്തമായിട്ട് സൂക്ഷ്മമായിട്ട് മുൻവിധികളില്ലാതെ കാണാനായിട്ട് സാധിക്കണം. നമുക്ക് അടുത്ത ശ്ലോകവും കൂടി ഒന്ന് തുടങ്ങി വെക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോ പ്രിയം അതുപോലെ മറ്റുള്ളവർ പ്രിയം, ഈ കാര്യങ്ങളെല്ലാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ എങ്കിൽ പോലും അത് നമ്മൾ സമയമെടുത്ത് അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് തെളിഞ്ഞു വരും. ഇപ്പൊ മനസ്സിലായില്ലെങ്കിൽ പോലും വീണ്ടും വീണ്ടും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന്റെ ബാക്കി ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതിലാണ് അടുത്ത ശ്ലോകത്തിലേക്ക് വരുന്നത്. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയ കർമ്മം അവന് വേണ്ടി മാത്രം. അപ്പൊ ഇവിടെ കൃപാലു എന്ന് പറയുന്നത് കൃപയുള്ളവൻ, കാരുണ്യമുള്ളവനാണ്. അപരന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അഹർനിശം, അവൻ രാത്രിയും പകലും യാതൊരു വ്യത്യാസവുമില്ലാതെ കൃപണത വിട്ട്, അവന് യാതൊരു സ്വാർത്ഥതയില്ലാതെ. കൃപണൻ എന്ന് പറഞ്ഞാല് സ്വാർത്ഥനാണ്. അപ്പോ ഇവിടെ സ്വാർത്ഥത ഇല്ലാതെ പ്രയത്നം ചെയ്തിരുന്നു, പ്രയത്നിക്കുകയാണ്, അല്ലെങ്കിൽ കർമ്മം ചെയ്യാണ്. അതായത് ഒരു ജ്ഞാനി ഒന്നും പ്രതീക്ഷിക്കാതെ, അവന് സ്വാർത്ഥതയില്ല, മമത രഹിതാത്മനിയാണ്. അപ്പൊ മമതയില്ലാതെ അപ്പൊ പ്രയത്നം ചെയ്തുകൊണ്ടിരുന്നു. നേരെ മറിച്ച് കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്നു. അവൻ അധോമുഖനായിട്ട് അവന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ കർമ്മം എന്താണ്? അപജയ കർമ്മം. അത് ഒരിക്കലും ജയമുണ്ടാകാത്ത കർമ്മമാണ്. അപ്പോ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുൻപ് ചർച്ച ചെയ്ത കാര്യങ്ങളുടെ അതിനെ ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോ ആർക്കാണോ സ്വാർത്ഥതയുള്ളത്, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവൻ അധോമുഖനാണ്. അവൻ ഇതിനെ വിശാലമായിട്ട് കാണാത്തവനാണ്, അജ്ഞാനിയാണ്. അത് അവന്റെ അപജയ കർമ്മം, അത് അവന്റെ നാശത്തിന് വേണ്ടിയുള്ള കർമ്മമാണ്. അതായത് എത്രയോ ജന്മങ്ങൾ അവൻ ഇങ്ങനെ ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ദുഃഖങ്ങളെ അനുഭവിക്കണം. അതുകൊണ്ട് അത് അധോമുഖ കർമ്മമാണ്. ഇതിന്റെ ഭീകരത, ഇതിന്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എത്രയും പെട്ടെന്ന് ഈ മനുഷ്യജന്മത്തെ അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമെന്ന് തോന്നുന്നത്. പക്ഷെ അതിന് തോന്നണ്ടേ? ഇവന്റെ ഈ കൃപണത്വം കാരണം കൊണ്ട് അവന് വിശാലമായിട്ടുള്ള ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കൃപാലുവായിട്ടുള്ള, നമുക്ക് നോക്കാം നമ്മുടെ ഗുരുക്കന്മാരെ. നമ്മള് ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, അതുപോലെ രമണ മഹർഷി, വിവേകാനന്ദ സ്വാമികൾ, അതുപോലെ ശ്രീരാമകൃഷ്ണൻ ഒക്കെ, അവരൊക്കെ വളരെ കൃപാലുക്കളാണ്. അവരൊക്കെ അപരന് വേണ്ടിയാണ് പ്രയത്നിച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെയാണ്. ഈ കഷ്ടം ദീനം പിടിച്ചും മധുര അത് കുടിച്ചും കിടക്കുന്ന ലോകം. അപ്പൊ ഇവിടെ ഈ ദീനം എന്ന് പറയുന്നത് ശരീരത്തിന്റെ മാത്രമല്ല, അത് മനസ്സിന്റെയും കൂടി ദീനമാണ്, അസുഖമാണ്. ഇത് പിടിച്ചു കിടക്കുന്ന ലോകരെ ഉദ്ധരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ആ കൃപ, അത്രമാത്രം കാരുണ്യം അവർക്കുള്ളത് കൊണ്ടാണ്. കാരണം ഇവരിവിടെ കിടന്ന് ഇത്രയും കഷ്ടപ്പെടരുത്, ദുഃഖിക്കരുത്, അതിനു വേണ്ടിയിട്ട് അവര് അഹർനിശം രാത്രിയെന്നോ പകലോ ഒന്നോ ഇല്ലാതെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്ന, യാതൊരു സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുന്ന ആ മഹാത്മാക്കളുടെ ശരിക്കുള്ള ബലം കൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഭാരതമൊക്കെ ഇങ്ങനെ തന്നെ നിലനിന്നു പോകുന്നത്. ഇവിടെ ഭൗതികത ഉണ്ടെങ്കിൽ പോലും ആധ്യാത്മികതയുടെ വേര് എല്ലാ സ്ഥലത്തും ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോ ആ ഒരു
തലത്തിലേക്ക് നമ്മൾ മാറുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരിച്ചറിവ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോ അപരന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, ഇപ്പോ രാഷ്ട്രീയക്കാരും അതുപോലെ സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകളൊക്കെ മറ്റുള്ളവര് പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ചെയ്യുന്നതെന്ന് പറയുമ്പോഴും അവര് വൻ സമ്പാദ്യം ഇതിന്റെ പേരിൽ ഉണ്ടാക്കിയെടുത്തിട്ടാണ് അവർ നിൽക്കുന്നത്. നമ്മുടെ ഏത് തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ നോക്കുമ്പോഴും അവരൊക്കെ പൊതുജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്ന് അവർ പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അവരുടെ സ്വാർത്ഥതയാണ് മുന്നിട്ട് നിൽക്കുന്നത്. നേരെ മറിച്ച് ആധ്യാത്മികമായിട്ടുള്ള ആചാര്യന്മാരോ, അതായത് ജ്ഞാനികളായിട്ടുള്ളവർ, ആധ്യാത്മികമായിട്ട് ഒരുപാട് ആചാര്യന്മാരുണ്ട്, അവരെല്ലാവരും ജ്ഞാനികളല്ല. അപ്പൊ ജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അപരന് വേണ്ടി അഹർനിശം പ്രയത്നിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഗുരു പറയുകയാണ്. എന്തുകൊണ്ടാണ്? തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന അതേ ചൈതന്യം തന്നെയാണ് മറ്റെല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നത് എന്നുള്ള അവബോധം ഉണ്ടാകുമ്പോഴാണ് ഇവർക്ക് ഇങ്ങനെയുള്ള കൃപാലു ആയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ആരും അന്യരല്ല, അവരൊന്നും അന്യരല്ല. എന്തുകൊണ്ട്? തൻ്റെ തന്നെ അംശമാണ്. പക്ഷെ അവരുടെ ഈ അജ്ഞാനത്തിൽ പെട്ട് കിടക്കുന്ന മാനസികാവസ്ഥ കൊണ്ട് മാത്രമാണ് തിരിച്ചറിയാൻ പറ്റാതെ. അപ്പോ ആ രീതിയില് ജ്ഞാനിയായി, അല്ലെങ്കിൽ ജ്ഞാനിയായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ശരിക്കും ഇവിടെ സ്വാർത്ഥതയില്ലാതെ പ്രവർത്തിക്കാൻ പറ്റുന്നത് എന്ന് ഗുരു പറയുകയാണ്. ഗുരു തന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. കാരണം എത്രയോ ഗുരുവിന്റെ മരുത്വാമലയിലെ സാക്ഷാത്കാരത്തിന് ശേഷം അരിയപ്പുറത്ത് വരികയും, അരിയപ്പുറത്ത് പിന്നെ യാതൊരു വിശ്രമവും ഇല്ലാതെയാണ്, ഗുരുവിന് സമാധി വരെയുള്ള സമയം യാതൊരു വിശ്രമവുമില്ലാതെ ഈ പാവപ്പെട്ട അറിവില്ലായ്മയിൽ കിടക്കുന്ന ജനങ്ങളെ ഉദ്ധരിക്കുകയാണ് തന്റെ ധർമ്മമെന്ന് ഇത് ചെയ്തിട്ടാണ് ഗുരു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഇത്ര മാതൃക്ഷേത്രങ്ങളും അതുപോലെ വിദ്യാലയങ്ങളും അതുപോലെ മറ്റുള്ള കേരളത്തിനെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുവാനായിട്ട് ഗുരുവിന്റെ അഹോരാത്രമുള്ള പ്രയത്നം. അപ്പോ ഇങ്ങനെ ഒന്നും തിരിച്ചാഗ്രഹിക്കാതെ, പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒന്നും ആഗ്രഹിക്കാതെ ഇങ്ങനെ അഹോരാത്രം ചെയ്യുന്ന കൃപാലുവായിട്ടുള്ള ആ ഗുരുക്കന്മാര് നമുക്ക് മാതൃകയായിരിക്കണം. നമ്മുടെ ജീവിതവും ആ രീതിയിലേക്ക് മാറ്റിയെടുക്കണം. അല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കൃപണനായിട്ടാണ് ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അവൻ വീണ്ടും അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവന്റെ ഉപാസന, അവന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഇരുട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ വരാതിരിക്കട്ടെ. തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. ഇതിന് വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. തൽക്കാലം നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ സമാപിപ്പിക്കാം. പ്രാർത്ഥന ചൊല്ലാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ശ്ലോകത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് നോക്കാം. ഹരി ഓം സ്വാമിജി, എനിക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. ഇപ്പം ഒരാള് ഇപ്പൊ ഒരു ടെററിസ്റ്റ് ആണെന്ന് വിചാരിച്ചോ, അയാൾക്ക് ടെററിസം പകർത്താണ് ടെററിസ്റ്റിന് പ്രിയം. അത് എനിക്ക് പ്രിയമല്ല. അപ്പൊ അന്നേരം അത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലല്ലോ. എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്യാം? അതിന്റെ ഈ നമ്മളത് മനസ്സിലാക്കേണ്ടത്, ഒരാള് ടെററിസ്റ്റ് ആണ്, അയാൾക്ക് ആ രീതിയിലാണ് അയാൾക്ക് പ്രിയമായിട്ടിരിക്കുന്നത്. അയാളുടെ ആത്മാവിന് പ്രിയമായിട്ടിരിക്കുന്ന ആ പ്രവൃത്തിയാണ്. അത് സ്വാർത്ഥതയിൽ ഉണ്ടാകുന്നതാണ്. നമ്മൾ അതിനോട് യോജിക്കാൻ പറ്റാതിരിക്കുന്നതും നമ്മളുടെ പ്രിയമാണ്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഇതിനെല്ലാം ആ സർവാത്മഭാവത്തിൽ കാണുന്നത് കൊണ്ടാണ്
നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോ ഈ പ്രിയം, അപ്പൊ നമ്മുടെ പ്രിയം എന്ന് പറയുന്നത് ജെനുവിൻ ആയിട്ടുള്ളതാണ്. മറ്റേ ആൾ ആ രീതിയിൽ ചിന്തിക്കാത്തത് കൊണ്ടാണ് അയാൾക്കത് ആ ടെററിസ്റ്റ് ആ ഒരു പ്രക്രിയയോട് മറ്റുള്ളവരെ ഉപദ്രവിച്ച് അതിനകത്ത് സുഖം കണ്ടെത്തുക എന്ന് പറയുന്നത്, ഒരു സംതൃപ്തി കണ്ടെത്തുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള അറിവിൽ നിന്നുണ്ടാകുന്നത്. അതാണ് സ്വാർത്ഥതയ്ക്ക് കൃപണനാണ് അയാള്. കാരണം അയാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ നിന്ന് മാറാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ദുര്യോധനന്റെ കഥയൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണത്. ദുര്യോധന് ധർമ്മത്തെ കുറിച്ച് അറിയാം, പക്ഷെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അയാളുടെ അതിശക്തമായിട്ടുള്ള ആ കർമ്മം, ആ തമോ ഗുണത്തിലെ കർമ്മമാണ് അയാൾ ബാധിച്ചിരിക്കുന്നത്. പക്ഷെ ഒരുപക്ഷെ നിരന്തരമായിട്ടുള്ള ഒരു സത്സംഗത്തിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവ് നിരന്തരമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഒരു അവസരമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള അറിവ്, അത് കാരണം എല്ലാത്തിലും കുടികൊള്ളുന്നത് ഒരു ചൈതന്യമാണ് എന്നുള്ള ആ ഒരു അറിവിൽ നിന്നാണ് നമ്മൾ അതിനെ വിയോജിക്കുന്നത്, ആ ഒരു ഭീകര പ്രവർത്തനം, അല്ലെങ്കിൽ നമ്മൾ ഏതോ ആയിക്കോട്ടെ. അപ്പൊ നമ്മുടെ സൈഡിൽ നമുക്കത് പ്രിയമാണ്. ആ നന്മയിലാണ് നമ്മുടെ പ്രിയം. മറ്റേയാൾക്കും അയാളുടെ തിന്മയില് അയാളെ തെറ്റിദ്ധരിച്ചിട്ട് പ്രിയപ്പെടുകയാണ്. പക്ഷെ എല്ലാം എനിക്കാണ് പ്രിയമായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ അതിനെ കണ്ടാൽ മതി. അറിയോ? കുറച്ച് മനസ്സിലായോ? ഇല്ല സ്വാമിജി, അതെ, എനിക്കാണ് പ്രിയം എന്ന് എങ്ങനെയാ അത്? ടെററിസ്റ്റിന്റെ ആ ആക്ടിവിറ്റീസ് ആയിരിക്കും പ്രിയമല്ല. അപ്പൊ എങ്ങനെയാ അത് ഞങ്ങള്? അതാണ് പറയുന്നത്, ടെററിസ്റ്റിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക ആദ്യം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് വിശ്വസിക്കുന്ന, അയാളെ പഠിപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് അയാൾ ഓരോ കാര്യം ചെയ്യുന്നത്. അതെ, അതുകൊണ്ടാണ് അയാൾ അത് പ്രിയമായിട്ടിരിക്കുന്നത്. പക്ഷെ അയാൾക്ക് ആ രീതിയിലുള്ള അറിവ് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇത് മോശമാണ്, മറ്റുള്ളവരെ കൊല്ലുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് മോശമാണ് എന്ന് അവരോട് പറഞ്ഞിട്ടില്ല. അവരെ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു തിയറിയുടെ പേരിൽ അവരങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അതെ, അപ്പോ അത് ഒരിക്കലും നമുക്ക് ജെനുവിൻ ആയിട്ടുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതെ, അല്ലെ? ഇപ്പൊ നമുക്ക് വേറെ ഉദാഹരണം നമ്മുടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഇല്ലാത്ത ജാതിയെ കുറിച്ച് അഭിമാനിക്കുന്നതാണ് ഒരു കൂട്ടര്. അവർക്ക് അത് പ്രിയമാണ്, അല്ലെ? മറ്റു ആൾക്കാർക്ക് അത് പ്രിയമല്ല. അപ്പൊ ഈ പ്രശ്നം എല്ലാം ഒരുപോലെ തന്നെയാണ്. ഒന്ന് ഭീകരവാദമാണ്, അല്ലെങ്കിൽ ഒരു ജാതി പ്രശ്നമാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിയുടെ സിദ്ധാന്തപരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെയൊക്കെ ഭാഗികമായിട്ട് പാർഷ്യലിയാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പൊ സമഗ്രമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് ശരിക്കും മനസ്സിലാകുന്നത്. അപ്പൊ ചെറിയ വിഷയത്തിലും ഈ നമ്മുടെ സൈഡിലുള്ള പ്രിയം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാഴ്ചപ്പാടിൽ നിന്നുണ്ടാകുന്നതാണ്. പക്ഷെ അയാളുടെ പ്രിയം അങ്ങനെയല്ല, അത് നമുക്കറിയാം. പക്ഷെ ഇതിനെ മാറ്റിയെടുത്തേ പറ്റൂ. പക്ഷെ പ്രിയമായിരിക്കുന്നത് എനിക്ക് മാത്രമാണ് പ്രിയം, അല്ലെ? ഈ രണ്ടു പേരിലും ഞാനുണ്ട്, അതെ, അല്ലെ? ആ എനിക്കാണ് ഇതെല്ലാം പ്രിയമായിരിക്കുന്നത്. പക്ഷെ അത് മറ്റുള്ളവർക്ക് ദോഷകരമായിട്ടാണ് ഒന്ന് വരുന്നത്. ഇപ്പൊ സിഗരറ്റ് വലിക്കുന്നത് ഒരാൾക്ക് പ്രിയമാണ്, മറ്റൊരാൾക്കാർക്ക് ദോഷമല്ലേ? ചാരായം കുടിക്കുന്നത് ഒരാൾക്ക് പ്രിയമാണ്, മറ്റേ അത് ശരിയല്ല. എത്രയോ കുടുംബങ്ങൾ നശിച്ചു പോകും. നമ്മുടെ കോടിക്കണക്കിന് രൂപയിലാണ് നമ്മുടെ ഇവിടെ ദാരിദ്ര്യവും കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലേ? അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ. ഈ പ്രിയമായിരിക്കുന്നത് എപ്പോഴും എനിക്കാണ്. ഞാൻ എന്ന് പറയുന്നത് ഇതിനെല്ലാം പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചൈതന്യത്തെയാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരിലും, കള്ളനിലും കൊള്ളക്കാരനിലും നല്ലവനിലും എല്ലാത്തിലും ഈ ഞാൻ ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്ന, ഇപ്പൊ ആറ്റം കണ്ടുപിടിച്ചതിന് വേണ്ടിയിട്ടാ, നല്ലതിന് വേണ്ടിയിട്ടാ. പക്ഷെ അതൊന്ന് ഉപയോഗിക്കുന്നതോ? അപ്പൊ ഉപയോഗിക്കുന്ന ദോഷകരമായിട്ടുള്ളതിന് ഉപയോഗിക്കുന്നു, നന്മയ്ക്ക് ഉപയോഗിക്കുന്നു. അതാ ഉപയോഗിക്കുന്നവന്റെ കാഴ്ചപ്പാടാണ്. പക്ഷെ ആ കാഴ്ചപ്പാടിനെ മാറ്റിയെടുക്കണമെങ്കിലോ ഈ ശരിയായിട്ടുള്ള അറിവ് വേണമെന്നാ പറയുന്നത്. അവിടെ അറിവുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ആ അറിവ് ഇല്ലാത്തതാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. അറിവ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം, അതിനാണ് മുൻപ് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിരുന്നു. ഈ അറിവ്, ഈ ഒരു സംസ്കാരം ഉണ്ടാകേണ്ടത് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ആ കുഞ്ഞ് ജനിക്കുമ്പോഴാണ്, ആ സമയം തുടങ്ങിയാണ്. അപ്പൊ മഹർഷിമാർ അങ്ങനെയാ പറയുന്നത്. അപ്പൊ അങ്ങനെ അതിന്റെ റൂട്ടില് ശരിക്കുള്ള അടിത്തറ ഇട്ട് കൊടുക്കേണ്ട സ്ഥലത്ത് ആ രീതിയിൽ ഗൃഹസ്ഥാശ്രമികളൊന്നും പോകുന്നില്ല.
ഗൃഹസ്ഥാശ്രമമാണ് ഈ അറിവുണ്ടാക്കി കൊടുക്കേണ്ട കേന്ദ്രം. അപ്പോ അവിടെ പാരൻസിന് കൃത്യമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാകണം. അവരുടെ ലൈഫ് ആ രീതിയിലായിരിക്കണം. തന്റെ മകൻ അല്ലെങ്കിൽ തന്റെ മകളൊക്കെ ഈ സംസ്കാരത്തോടു കൂടി വളരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്, എന്നുള്ള അറിവ് ഉണ്ടാകേണ്ടത് പാരൻസിനാണ്, ഗൃഹസ്ഥാശ്രമത്തിലാണ്. അതില്ലാതെ വരുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ലോകം ഇന്ന് ഈ രീതിയിലേക്ക് നമ്മൾ ഉൾപ്പെടുന്ന, നമുക്ക് ആർക്കും മാറി നിൽക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാം അറിഞ്ഞും അറിയാതെയും അതിനകത്ത് ഭാഗവാക്കുകളാണ്. അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് മഹർഷിമാര്, ആചാര്യന്മാരൊക്കെ നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മൾക്കും പറ്റുന്ന രീതിയിൽ നമുക്ക് ശ്രമിക്കാം, അത്രേ പറ്റുള്ളൂ. ഹരി ഓം സ്വാമിജി. ഹരി ഓം. ഹരി ഓം സ്വാമി. ഹരി ഓം. ഇങ്ങനെ സ്വാർത്ഥ താല്പര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഇപ്പൊ കഴിഞ്ഞ വെള്ളപ്പൊക്കം നമുക്ക് വന്നപ്പോൾ, പിന്നെ ഈ കോവിഡ് കാലത്ത് വന്ന ഒത്തിരി ദുരന്തങ്ങളെല്ലാം വന്നപ്പോൾ സ്വയം മറന്ന് ഒന്നും വേണ്ടാന്ന് വെച്ച് എത്രയോ പേര്. അപ്പൊ അവിടെ ഒരു ആത്മബോധത്തിന്റെ ഇത് എങ്ങനെയാ വരിക? ആത്മബോധം അവിടെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർ ഒന്നിച്ചു കൂടിയതാ. അടുത്ത സെക്കൻഡിലേക്ക് മാറി അവരെല്ലാം. അത് കുറച്ച് താൽക്കാലികമായിട്ട് അവരെല്ലാവരും കൂടി അങ്ങ് രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തു. പക്ഷെ അടുത്ത സെക്കൻഡില് ഞാൻ ഈ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഞാൻ കുറെ ഫുഡൊക്കെ ആയിട്ട് ഞങ്ങളും പോയായിരുന്നു. പക്ഷെ അവിടെ നമ്മളെ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് അവിടെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭാഗീയതയോട് കൂടി തന്നെയാണ് അവർ സപ്ലൈ ചെയ്തിട്ടുള്ളത്. മിക്കവാറും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ സപ്ലൈ ചെയ്തിട്ടുള്ളൂ. അത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. ചിലർ പാർട്ടിപരമായിട്ട് അവരുടെ ആൾക്കാർക്ക് കൊടുക്കുന്നു, ചിലർ മതപരമായിട്ട് അവരുടെ ആൾക്കാർക്ക് കൊടുക്കുന്നു, ചിലത് അങ്ങനെ പല രീതിയിലാണ്. നമ്മളിത് പുറത്തറിയുന്നില്ല, ചിലർ പുറത്തറിഞ്ഞാലും പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് നേരിട്ടറിയാം. നമ്മള് ഫുഡുമായിട്ട് അതിനുള്ള സാധനങ്ങളുമായിട്ട് നമ്മൾ വള്ളത്തില് ബോട്ടിലൊക്കെ പോകുമ്പോൾ പല ഏരിയയിലും അവര് പറയുകയാണ്, സ്വാമി ഞങ്ങൾക്ക് ഇവിടേക്ക് ആരും വന്നില്ല, ഞങ്ങൾ ഇന്ന ആൾക്കാരാണ്, അപ്പോ അങ്ങനെയാണ്. അപ്പോ പാർട്ടിക്കാരാണെങ്കിൽ കൈ കിട്ടിയവർ അവരങ്ങ് ഉപയോഗിച്ചു, മറ്റുള്ളവർക്ക് പേരിന് കൊടുത്തു. അപ്പോ അവിടെയും അവരത് പൂർണ്ണമായിട്ട് വിട്ടിട്ടില്ല. വളരെ അപൂർവം ചില ആളുകൾ തൽക്കാലം രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവരതിനെ ഇത് ചെയ്യുന്നുള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ടൊന്നും, പൂർണ്ണമല്ല, ഒരു പെർസെന്റേജ് ഒക്കെ വന്നിട്ടുള്ളൂ. അത് ഈ ആത്മവിദ്യയുടെ അല്ലെങ്കിൽ ഈ ഒരു ആത്മവിദ്യയുടെ ഇതിലല്ല, നമുക്ക് വേറെ നിവൃത്തിയില്ല, നമ്മളെങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഹരി ഓം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെ വലിയൊരു വിഷയം, ഗഹനമായൊരു വിഷയമാണ്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ വിലയിരുത്തി അതിനെ ചിന്തനം ചെയ്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ അത് വളരെ ലളിതമായി ആത്മോപദേശത്തിലെ 21, 22, 23 ശ്ലോകങ്ങള് നമ്മുടെ സ്വാമിജി നമുക്ക് പകർന്നു നൽകാൻ നമ്മളെ മനസ്സിലാക്കി തരികയുണ്ടായി. സ്വാമിജിക്ക് ഈ SPS സമിതിയുടെ പേരിലും ഇന്നത്തെ ഈ അദ്വൈതാശ്രമം പഠനക്കളരിയുടെ പേരിലും ഇവിടെ കൂടിയ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ആത്മാകൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ പരിപാടി ഇവിടെ ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുന്നത് നമ്മുടെ മുഖ്യ ശിക്ഷകനായിട്ടുള്ള ഗോപകുമാരണ്ണന്റെ ഉൾക്കാഴ്ചയുടെയും അദ്ദേഹത്തിന്റെ ഒരു സമർപ്പണത്തിന്റെയും കൊണ്ടാണ്. അദ്ദേഹത്തിന് ഈ സമിതിയുടെയും മുഖ്യ ശിക്ഷകരുള്ള ഗോപകുമാരണ്ണന്റെയും അശ്രാന്ത പരിശ്രമം മൂലമാണ്. സമിതിക്കും ഗോപകുമാരണ്ണനും ഇന്നത്തെ ഈ പരിപാടിയുടെ അദ്വൈതാശ്രമം ഈ അദ്വൈത പഠനക്കളരിയുടെ പേരിലും എൻ്റെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതേപോലെ ഈ പരിപാടിയുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള ശ്രീമതി ഡോക്ടർ ആലിയക്ക, അതുപോലെ ഇതിൻ്റെ റെക്കോർഡിങ്ങിന് വേണ്ടി പ്രയത്നിക്കുന്ന സുനൈനാക്ക, പിന്നെ ഇവിടെ കൂടിയിട്ടുള്ള ഇന്നത്തെ ഈ അദ്വൈത പഠനക്കളരിയിൽ വന്നിട്ടുള്ള എല്ലാ യോഗ ബന്ധുക്കൾക്കും ഒറ്റ വാക്കില് അമിതമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു.